ഓപ്പണിംഗ് സീനിൽ ബിഗ് മോം അവളാണെങ്കിൽ അവളുടെ അണ്ടാവ് പോലത്തെ വായൊക്കെ തുറന്ന് ആ ഒരു നട്ട്സ് ഐലാൻഡ് അതങ്ങനെ തല്ലി തകർക്കുകയാണ്. പരസ്പരവും അവനാണെങ്കിൽ നിർത്താതെ ബിഗ് മോമിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ബിഗ് മോം നിങ്ങൾ അന്വേഷിക്കുന്ന കേക്ക് അത് ഇവിടെ അല്ല, അത് ചോക്ലേറ്റ് ഐലാൻഡിലാണ്, അവിടെയാണ് സ്ട്രോ ഹാറ്റ് ലൂഫി ഉള്ളത്, നമുക്ക് എത്രയും വേഗം അവിടേക്ക് തിരികെ പോവാന്ന് പറയും. പക്ഷെ ബിഗ് മോം അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഐലാൻഡ് തന്നെ തല്ലി തകർക്കും. ബീഡിപ്പെണ്ണിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴായിരിക്കും ബ്രൂലി പെണ്ണ് അവൾ നിലവിളിച്ച് പറയാ, ഗായ്സ് ഞാൻ ഇവിടെ ഉണ്ട്, ഈ സ്ട്രോ ഹാറ്റ് ലൂഫി അവൻ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്ത്. അത് കേട്ട് എല്ലാവരും ഇപ്പൊ അവളുടെ അടുത്തേക്ക് നോക്കുകയാണ്. ബ്രൂലിയും സ്ട്രോ ഹാറ്റ് ലൂഫിയും അവർ രണ്ടുപേരും ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ ലൂഫിയെ കാണേണ്ട താമസം അവളുടെ കലി അതങ്ങനെ കൂടി കൂടി വരും. ലൂഫി ആണെങ്കിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് കരുതിയിരുന്നില്ല. നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ അതിനെ ചേസ് ചെയ്ത് അവള് ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് പോകുന്നാണ് ലൂഫി കരുതിയത്. ബിഗ് മോം ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ വലിയൊരു ബിൽഡിംഗ് അങ്ങനെ തകർത്ത് ലൂഫിക്ക് നേരെ വലിച്ചെറിയും. രണ്ടാമതൊന്നും ചിന്തിക്കാതെ ലൂഫി ആണെങ്കിൽ ബ്രൂലിയെ പൊക്കിയെടുത്ത് ഉഷാറായിട്ട് ഓടുകയാണ്. ബ്രൂലി ആണെങ്കിൽ മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കി വിട്, എനിക്ക് എൻ്റെ അമ്മയുടെയും സിബ്ലിങ്സിന്റെ അടുത്തേക്ക് പോകണം. പക്ഷെ ലൂഫിയുടെ സേഫ്റ്റി അത് ബ്രൂലിയുടെ കയ്യിലാണ്. ബ്രൂലി എപ്പോൾ അവന്റെ കൈവിട്ട് പോകുന്നോ അപ്പോ അവന്റെ സേഫ്റ്റി ഇല്ലാതാവും. അത് മനസ്സിലാക്കിയ ലൂഫി അവൻ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ ആ ബിഗ് മോമും. ബിഗ് മോം ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് എന്റെ വെഡിങ് കേക്ക് അതെനിക്ക് തരുന്നതാണ് നിനക്ക് നല്ലത്. അതിന് ലൂഫി, നീ ഇത് കാണുന്നില്ലേ, എന്റെ കയ്യില് എന്റെ മകള് ബ്രൂലിയും പിന്നെ ഈ കീറി പറഞ്ഞ ഡ്രസ്സും മാത്രമാണ് ബാക്കിയുള്ളത്, എന്റെ കയ്യിൽ വെഡിങ് കേക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൻ നിർത്താതെ ഓടും. അവളാണെങ്കിൽ അവളുടെ ജെല്ലി പവർ ഉപയോഗിച്ച് ചില ബാരിയേഴ്സ് അവർക്ക് മുൻപിൽ ക്രിയേറ്റ് ചെയ്യാണ്. ലൂഫി അവന്റെ പവർ ഉപയോഗിച്ച് ആ ബാരിയറിൽ ആഞ്ഞെട്ടിക്കും. പക്ഷെ അതിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. കാരണം ഹോക്കി പവർ അത് ഉപയോഗിച്ചാൽ മാത്രമേ അത് തകർക്കാനായിട്ട് കഴിയൂ. ലൂഫിക്കാണെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാതെ ഇനി ഹോക്കി പവർ അത് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ വിഷമിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ ബേഡി പെണ്ണ് അവളിപ്പോ സ്ക്വാഡുമായിട്ട് ലൂഫിക്ക് നേരെ എടുത്ത് ചാടുക. അവൾ അച്ചറം പൊച്ചറം ലൂഫിക്ക് നേരെ വാള് വീശും. അത് കണ്ട് ബ്രൂലി ആണെങ്കിൽ പേടിക്കും. സിസ്റ്റർ ദയവ് ചെയ്ത് സ്ക്വാഡിനെ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുക, അതൊരു പക്ഷേ എന്റെ ദേഹത്തായിരിക്കും കൊണ്ട് കയറുക. ഇവിടെ ലൂഫി ആണെങ്കിൽ അവളുടെ അറ്റാക്കിൽ നിന്നെല്ലാം തെന്നി മാറി ബ്രൂലിയുമായിട്ട് നിർത്താതെ ഓടും. ലൂഫി ഒരുപാട് കഷ്ടപ്പെട്ട് ആ ക്യാൻഡി വാള് അതിലൂടെ എടുത്തു ചാടി മുൻപോട്ടേക്ക് ഓടും. അവൻ ചുറ്റും നോക്കും. അവനിപ്പോ ആവശ്യം ഒരു മിററാണ്. അതുപയോഗിച്ചെങ്കിൽ മാത്രമേ അവനിപ്പോ ഇത്രയും വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. പരസ്പരമാണെങ്കിൽ അവൻ കടലിൽ ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു ജെല്ലി അല അതിപ്പോ ലൂഫിക്ക് നേരെ ക്രിയേറ്റ് ചെയ്യും. ലൂഫി ആണെങ്കിൽ 100-110 ഉഷാറായിട്ട് ചാടി ഓടും. കട്ട് ചെയ്ത ഇവിടെ സാഞ്ചി അവനാണെങ്കിൽ ആ കേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായിട്ട് അവനൊരു ഷെഫിന്റെ ക്യാപ്പും കണ്ണാടിയൊക്കെ വെച്ച് മുഖം ടവൽ കൊണ്ട് മറച്ച് പതിയെ പുറത്തേക്ക് വരും. ചുറ്റുമുള്ളവരെല്ലാവരും ആ കേക്ക് കണ്ട് അത്ഭുതപ്പെടുകയാണ്. സാഞ്ചി, ഷിഫോൺ, പുട്ടിങ്, അവിടെ ഉണ്ടായിരുന്ന ഷെഫുകൾ എല്ലാവരും ചേർന്ന് ആ കേക്ക് അത് വളരെ സൂക്ഷ്മതയോടുകൂടെ കപ്പലിലേക്ക് കയറ്റുകയാണ്. സാഞ്ചി ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കേക്കാണിത്. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം ഇത്രയും നല്ലൊരു കേക്ക് അതാദ്യമായിട്ട് അവന് ആ ബിഗ് മോമിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നതിലാണ്. അതേസമയം ലോങ് ഷോട്ടിലായിട്ട് ഷിഫോണിന്റെ പപ്പ ആളാണെങ്കിൽ ഇപ്പോഴും സേഫായി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഷിഫോണിനെ ഒരു നോക്ക് കാണണം, അവളോട് സംസാരിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ആളുടെ മനസ്സിലുള്ളൂ. അതേസമയം ഇവിടെ അവനാണെങ്കിൽ പുട്ടിങ്ങിനെ തടയാണ്. നിങ്ങൾ ഈ കേക്കുമായിട്ട് ഇത് എവിടേക്ക് പോകുന്നു? ഞാൻ ഓൾറെഡി നമ്മുടെ പ്ലാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞതല്ലേ. അതിന് പുട്ടിങ് പറയും, ഇവിടെ വെച്ച് ബിഗ് മോമിനെ തടയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ പ്ലാൻ അത് വേറെയാണ്. കടലിൽ വെച്ച് തന്നെ ബിഗ് മോമിനെ തടയാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബിഗ് മോം അവർ ഈ ഐലാൻഡിലേക്ക് വന്ന തീർച്ചയായിട്ടും ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് വലിയൊരു അടിയായിരിക്കും. ബിഗ് മോം തീർച്ചയായിട്ടും ജനങ്ങളെ അറ്റാക്ക് ചെയ്യും, ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ തകർക്കും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത്. അതിനവനാണെങ്കിൽ ഓക്കെ പറയും. പക്ഷെ അടുത്ത നിമിഷം അവൻ ഷിഫോണിനെ പിടിച്ചു വലിച്ച് ആഞ്ഞ് നിലത്തടിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം ഈ കേക്കുമായിട്ട്, പക്ഷെ ഇവളെ ഞാൻ വിടില്ല. അവിടെയുള്ള ജനങ്ങളെല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അവൻ സ്വന്തം സിസ്റ്ററിനെ തന്നെ അറഞ്ചം പുറഞ്ചം തല്ലുകയാണ്. അവനാണെങ്കിൽ ഷിഫോണിനോട് പറയും, നിന്റെ ഹസ്ബൻഡ് ചെയ്ത തെറ്റ്, അതിനുള്ള പണിഷ്മെന്റ് നീയാണ് അർഹിക്കുന്നത്, ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾ അറ്റാക്ക് ചെയ്യും. അത് കണ്ട പുട്ടിങ് ആണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. ഉടനെ സാഞ്ചി ആണെങ്കിൽ അവളെ തടയാണ്. ഇപ്പൊ നീ അവനെ തടയാൻ ശ്രമിച്ച നിന്നെയും അവൻ അറ്റാക്ക് ചെയ്യും. തൽക്കാലം നീ ഈ കേക്കുമായി കപ്പലിലേക്ക് പോകണം. ഫോണിന് അവന്റെ കയ്യിൽ നിന്ന് സേഫ് ആയിട്ട് രക്ഷപ്പെടുത്തുന്ന കാര്യം അത് ഞാൻ ഏറ്റു. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ.
കാരണം കപ്പോംസിന് വാക്ക് കൊടുത്താണ് ഷിഫോണിനെ അവൻ കൂട്ടിക്കൊണ്ടു വന്നത്. എങ്ങനെയെങ്കിലും ഷിഫോണിനെ രക്ഷപ്പെടുത്തി ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. പക്ഷേ ഈ വില്ലനെ അവൻ എങ്ങനെ തോൽപ്പിക്കും ചിന്തിച്ച് അവൻ അങ്ങനെ ടെൻഷനായിട്ട് നിൽക്കും. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ആ ഒരു അയലാൻഡ് തകർത്ത് ലൂഫിയുടെ പിന്നാലെ ഓടുകയാണ്. ആ ബീഡിപ്പെണ്ണും പരസ്പരവും അങ്ങനെ എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കും എങ്ങനെയെങ്കിലും ബിഗ് മോമിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട്. പക്ഷെ ബിഗ് മോം ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഇത് വില കൊടുത്തിട്ടാണെങ്കിലും എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ആ സ്ട്രോഹാൻ ലൂഫിയെ അവന് എനിക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവളങ്ങനെ കൊതിച്ച് പായാണ്. ബീഡിപ്പെണ്ണിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം ഈ അയലാൻഡ് അത് അവളുടേതാണ്. അവള് ബിഗ് മോം തകർത്തോടി ആ ഭാഗം മുഴുവൻ നോക്കും. അവിടെ മുഴുവൻ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. ഇനി എങ്ങനെ പഴയതുപോലെ നോർമലാക്കി മാറ്റുമെന്ന് അവൾക്കറിയില്ല. അവൾ ആകെ ഡിസപ്പോയിന്റഡായി തലയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടും. അവനാണെങ്കിൽ ഒരു കാര്യത്തിൽ ഭയങ്കര സമാധാനമുണ്ട്. നമ്മുടെ ഡാമിയാൻ ടീം അവരിപ്പോൾ സേഫാണ്. കാരണം ബിഗ് മോം ഉള്ളത് ഈ ഒരു ഐലാൻഡിലാണ്. എത്രയും വേഗം ബ്രൂലിയെ ഉപയോഗിച്ച് ഒരു 10 മിനിറ്റ് എനിക്ക് എസ്കേപ്പ് ആയേ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ ബ്രൂലിയെ നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവന്റെ തോളിലുണ്ടായിരുന്ന ബ്രൂലി അവളെ ഇപ്പൊ കാണാനില്ല. അവളാണെങ്കിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ലൂഫിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചെക്കൻ ബുദ്ധിമാനാണ്. അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവളെ കണ്ടുപിടിച്ച് അങ്ങനെ പിടിച്ചു വലിച്ച് വീണ്ടും തോളത്തിടും. രക്ഷപ്പെട്ടു പോവാതിരിക്കാനായിട്ട് ലൂഫി ആണെങ്കിൽ ഒരു കയറിട്ട് അവളെ കെട്ടിവെക്കും. അതിനുശേഷം ഒരു മിറർ അത് കണ്ടെത്താനായിട്ട് അവൻ ഓടുകയാണ്. ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി ലൂഫി ആണെങ്കിൽ ഒരു മിറർ കണ്ടെത്തും. അവൻ അതുപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ആരോ ഒരാള് ആ മിറർ ഷൂട്ട് ചെയ്ത് തകർക്കുകയാണ്. അത് മറ്റാരുമല്ല, ബിഗ് മോമിന്റെ 9ാമത്തെ മകള്. അവളെ കണ്ട് ബ്രൂലി ആണെങ്കിൽ അവളുടെ പേര് വിളിച്ച് നിലവിളിച്ച് കരയും. സിസ്റ്റർ, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കേ. അതിനവളാണെങ്കിൽ കയ്യിലുള്ള ഗണ്ണുപയോഗിച്ച് ലൂഫിയെ ഷൂട്ട് ചെയ്യാണ്. ലൂഫി അങ്ങനെ ടേൺ ചെയ്ത് ഉഷാറായിട്ട് ചാടി ഓടും. അവളും ലൂഫിയുടെ പിന്നാലെ ഓടും. അടുത്തതായിട്ട് മോണ്ടി എന്ന് പേരുള്ള വേറൊരുത്തി. ഇവള് ബിഗ് മോമിന്റെ 6ാമത്തെ മകളാണ്. അവള് സ്ക്വാഡൊക്കെ ആയി വന്ന് ലൂഫിക്ക് നേരെ ആഞ്ഞു വെട്ടും. ലൂഫി അങ്ങനെ കറങ്ങി ടേൺ ചെയ്യും. ആ ഒരു സ്ക്വാഡ് അത് ബ്രൂലിയുടെ മൂക്കില് നൈസായിട്ട് ടച്ച് ചെയ്യും. അവരുടെ രണ്ടുപേരുടെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട് ലൂഫി ആണെങ്കിൽ ഓടിയെത്തുക സാക്ഷാൽ ബിഗ് മോമിന്റെ അടുത്തായിരിക്കും. ലൂഫിയെ കാണേണ്ട താമസം കേക്ക് എവിടെയും ചോദിച്ച് അവരാണെങ്കിൽ സ്ക്വാഡുമായിട്ട് ഓടി അടുക്കുകയാണ്. പരസ്പരമാണെങ്കിൽ വിളിച്ചു പറയും, ലൂഫിയുടെ പിന്നില് ബ്രൂലിയുണ്ട്, സോ ദയവ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യരുത്. പക്ഷെ ബിഗ് മോമിന് വലുത് കേക്കും ലൂഫിയാണ്. അതുകൊണ്ട് തന്നെ അവള് സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശും. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. കാരണം അവൻ എങ്ങനെയെങ്കിലും ഷിഫോണിനെ രക്ഷിക്കണം. പക്ഷെ ഷിഫോണിനെ അവളെ രക്ഷിക്കാനായിട്ട് അവൻ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത സാഞ്ചി ആരാണെന്നുള്ള കാര്യം അത് ഓവനും അവിടെയുള്ള എല്ലാവരും തിരിച്ചറിയും. സോ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ആകെ ഡിസ്റ്റർബ്ഡായി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതേസമയം അവൻ അവന്റെ കൈ അതങ്ങനെ ചൂടാക്കി പഴുപ്പിച്ചെടുക്കുകയാണ്. ക്വീനെതിരെ ആര് തിരിഞ്ഞാലും ഞാൻ അവരെ വെറുതെ വിടില്ല. നീ അർഹിക്കുന്ന ശിക്ഷ അത് മരണമാണെന്ന് പറഞ്ഞ് അവൾ അത് വെച്ച് അവനങ്ങനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ എല്ലാം മറന്ന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോഴായിരിക്കും ഷിഫോണിന്റെ പപ്പ ഓടി വന്ന് ഓവന്റെ പുറത്ത് ആഞ്ഞടിക്കുക. ആ ഒരു അടിയില് ഷിഫോൺ കയ്യിൽ നിന്ന് താഴെ വീഴും. ഓവനാണെങ്കിൽ ഫുൾ കലിപ്പില്, എന്റെ അടിയില് നിന്റെ കാറ്റ് പോയില്ലല്ലേ, തീർച്ചയായിട്ടും ഇനി നീ ജീവനോട് കൂടെ പോവില്ല എന്ന് പറഞ്ഞ് ഷിഫോണിന്റെ പപ്പയ്ക്ക് നേരെ തിരിയും. ആ ഗ്യാപ്പിൽ സാഞ്ചി ആണെങ്കിൽ ഓവന്റെ മുഖത്ത് തന്നെ ആഞ്ഞ് ചവിട്ടും. ആ ഒരു ചവിട്ടില് ഓവൻ തെറിച്ചു പോവാണ്. ഞൊടിയിടയിലുള്ള ഹിറ്റായതുകൊണ്ട് തന്നെ ഓവനും ചുറ്റുമുള്ള എല്ലാവരും കരുതുക ഷിഫോണിന്റെ പപ്പ ആളാണ് അവനെ പഞ്ച് ചെയ്തതെന്നാണ്. സാഞ്ചി ആണെങ്കിൽ ഷിഫോണിനെ കപ്പലിലേക്ക് കൊണ്ടുവന്ന് ഒരു തുണിയെടുത്ത് അവളെ മൂടിയിടുകയാണ്. ഓവൻ വില്ലൻ അവൻ ഷിഫോണിന്റെ പപ്പയെ അറഞ്ച പുറഞ്ച അടിച്ച് ഇപ്പൊ കപ്പലിലേക്ക് വന്ന് അവളെ മൂടിയിട്ടിരുന്ന ആ തുണി മാറ്റും. ശേഷം അവളുടെ തലയിൽ പിടിച്ച് അമർത്തുകയാണ്. പുട്ടിങ് പറയും, ദയവ് ചെയ്ത് നീ അവളെ കൊല്ലരുത്. കേക്ക് അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അവളുടെ സഹായം ആവശ്യമാണ്. അതിന് ഓവൻ പറയും, ഇവളുണ്ടാക്കിയ കേക്ക് എൻ്റെ അമ്മ കഴിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ലെന്ന് പറഞ്ഞ് അവളുടെ തലയിൽ കൈവച്ചമർത്തും. അപ്പൊ കറക്റ്റ് സമയത്ത് അവനൊരു കോള് വരികയാണ്. ഓപ്പോസിറ്റുള്ള ആള് കപ്പോംസും അവന്റെ ടീമും ഈ ഒരു സ്വീറ്റ് ഐലാൻഡ് അത് ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ അവന് പാസ് ചെയ്യും. കേൾക്കേണ്ട താമസം അവൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഷിഫോണിനോട് പറയും, നിന്റെ ഹസ്ബൻഡ് അവൻ ഇവിടേക്ക് വരുന്നുണ്ട്, അവളെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് കൊല്ലാന്ന് പറഞ്ഞ് അവളെ അങ്ങനെ ചേർത്ത് പിടിക്കും. അതേസമയം കപ്പോംസ് അവൾ ചുറ്റുമുള്ള വില്ലന്മാരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് ആ ഒരു ഐലാൻഡ് ലക്ഷ്യമാക്കി അങ്ങനെ വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.